നമസ്കാരം. കോൺഗ്രസിന്റെ കാലഘട്ടം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായതുകൂടി അസ്തമിച്ചു എന്ന് വേണം പറയാൻ. കാരണം ബി.ജെ.പിയുടെ പ്രവർത്തനത്തിലും മോദിയുടെ ഭരണത്തിലും ജനങ്ങൾ സന്തുഷ്ടരാണ് എന്നതിൽ സംശയമില്ല. താഴെ തട്ട് മുതൽ മോദിയുടെ വികസനം ജനങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ തെളിവാണ് ഓരോ സംസ്ഥാനത്തും ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതിന് പ്രധാന കാരണം. ജനങ്ങളെ കൂടാതെ കോൺഗ്രസിലെ വിവിധ നേതാക്കൾ ഉൾപ്പെടെ പ്രതിപക്ഷത്തെ സകല നേതാക്കളും ബി.ജെ.പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് തന്നെ എങ്ങനെ ഭരണം നടത്തണം എന്നതിൽ സംശയമുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി കസേരയെ ചൊല്ലി വലിയ കലഹമുണ്ടാകുമെന്നും കോൺഗ്രസ് അധ്യക്ഷന്റെ കസേര ഒഴിഞ്ഞുകിടന്നതുപോലെ പ്രധാനമന്ത്രി കസേരയും മാസങ്ങളോളം ഒഴിഞ്ഞുകിടക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണ് രൂക്ഷ ഭാഷയിൽ മോദിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനെതിരെയാണ് മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ ഭാഷയിൽ കടന്നാക്രമിച്ചത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാനുള്ള നിയമങ്ങൾ നടപ്പിലാക്കി കോൺഗ്രസ് ഭരണഘടന ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും ധ്രുവീകരണമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി ധ്രുവീകരണം പ്രോത്സാഹിപ്പിക്കുക എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു നരേന്ദ്രമോദി. രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശം മുസ്ലിമുകൾക്കാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തി. ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന് വേണ്ടി പ്രത്യേക നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ചർച്ചയായി അംഗീകരിക്കാത്ത കാര്യമാണ്. ഒരു സമുദായം ഭരണഘടനയുടെ പിന്തുണയോടെ മുന്നോട്ടു പോകുമ്പോൾ മറ്റൊരു സമുദായം പ്രീണനത്തിന്റെ പേരിൽ കാലഹരണപ്പെട്ടു പോകുന്ന ഒരു രാജ്യമായി മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് എന്നത് ആവശ്യ ഘടകമാണ്. തുടർച്ചയായ മൂന്നാം വട്ടവും NDA സർക്കാർ തന്നെ അധികാരത്തിലെത്തും. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മാത്രമാണ് കോൺഗ്രസ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്ന് കോൺഗ്രസ് പറയുന്നത് തന്നെ വിരോധാഭാസമാണ്. ഭരണഘടനയെ പരമാവധി തവണ മാറ്റിയ ആളുകളാണ് കോൺഗ്രസ്. ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ എന്റെ ട്രാക്ക് റെക്കോർഡും കൂടി പരിശോധിക്കണമെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു. വികസനത്തിൽ ഊന്നിയാണ് ഈ രാജ്യത്തെ ഓരോ മേഖലയും മുന്നോട്ട് സഞ്ചരിക്കുന്നത്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ തിരിക്കുന്നതും തങ്ങളുടെ പരാജയം മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.